പ്രിയമുള്ളവരെ, ഞാനെൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരു 30 വർഷമായിട്ട് ചെയിൻ സ്മോക്കറായിരുന്നു. അതിലൊരു 20 വർഷത്തെ കൂട്ടുമായി ഗൾഫിൽ 20 കൊല്ലം കൂട്ടിയാൽ മതി. 20 കൊല്ലം കൂട്ടുമ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം ഏകദേശം ഇവിടെ 20 സിഗരറ്റുള്ളൊരു പാക്കറ്റാണ് കിട്ടുക. 1.5 പാക്കറ്റ് സിഗരറ്റ് വലിക്കുമായിരുന്നു. 1.5 പാക്കറ്റ് സിഗരറ്റിന് ഇപ്പോഴത്തെ കണക്ക് വെച്ച് കുറഞ്ഞതൊരു 20 റിയാൽ കൂട്ടിയാൽ മതി. 20 റിയാൽ കൂട്ടുമ്പോൾ ഇന്ത്യൻ മണി 450 രൂപയായി. 450 രൂപ ഒരു ദിവസം. അപ്പോൾ ഒരു മാസമാകുമ്പോൾ 450 കളഞ്ഞു. 400 വെച്ച് കൂട്ടിയാലും 12,000 രൂപയുള്ള സിഗരറ്റ് ഒരു മാസം. അങ്ങനെ ഒരു കൊല്ലമാകുമ്പോഴത്തേക്ക് 12 മാസം 1,20,000 24 എത്രയായി? 1,44,000 രൂപയുടെ സിഗരറ്റായിരുന്നു ഒരു വർഷം വലിക്കുന്നത്. 44 പോട്ടെ, അങ്ങനെ ഒരു 10 കൊല്ലം കൂട്ടിയാൽ മതി. 30 കൊല്ലത്തിലൊരു 10 കൊല്ലം എന്തായാലും ലൈവായിട്ട് ഞാൻ വലിച്ചുകൊണ്ടിരുന്നതാണ്. 10 കൊല്ലം 1,40,000 വെച്ച് 44 വെച്ച് കൂട്ടി എത്രയായി? ഇതൊക്കെ പോട്ടെ, അതിന് പിന്നെ 10 കൊല്ലം ബീഡി വലിച്ചതായിട്ടോ അധികം കുറഞ്ഞതായിട്ടോ കൂട്ടി എത്രയോ രൂപയായിക്കോട്ടെ, പൈസയുടെ കണക്കല്ല ഞാൻ പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ചിന്തിക്കുന്നു, ഈ വലി വേണ്ട. അത് പൈസയുടെ കാര്യം കൊണ്ടല്ല, ശ്വാസകോശത്തിന് ഈ ശ്വാസം പിടിക്കാൻ വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് സ്വയമായിട്ട് തോന്നി, ഇങ്ങനെ ഇത് സിഗരറ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നിയിട്ട് ഞാൻ സിഗരറ്റ് അന്ന് രാത്രിയിലെടുത്ത് ബാക്കിയുള്ളതെടുത്ത് കളഞ്ഞു. പിറ്റേന്ന് രാവിലെ മുതൽ വലി നിർത്തി. ഇപ്പോൾ 3 കൊല്ലമാവുന്നു ഞാൻ ഒരു പുകയില ഉപയോഗിക്കാറില്ല. അതേപോലെ നിങ്ങളും ഒന്ന് തീരുമാനിച്ച് നോക്കൂ. നമ്മുടെ ലങ്സിന് ഏറ്റവും നല്ലതാണ്. പെട്ടെന്ന് ശ്വാസം മുട്ടുക, ഒരു പ്രായം കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് സ്വയം പുകവലി ശീലമായിട്ടുള്ളവർ ചിന്തിക്കുക. ഓക്കെ, എൻ്റെ ചെറിയ ഒരു അഭ്യർത്ഥനയാണ്. ഓക്കെ, എൻ്റെ അനുഭവം പറഞ്ഞെന്ന് മാത്രം. പൈസയല്ല. ഇപ്പോൾ ചോദിക്കും, ഈ പൈസ എല്ലാം കൂടെ കൂട്ടി വെച്ചെങ്കിൽ ഒരു ബെൻസ് മേടിക്കാറുന്നില്ലെന്ന് പറയും. അപ്പോൾ നിങ്ങളോട് തിരിച്ച് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ഇതുവരെ സിഗരറ്റ് വലിക്കാത്തവരുടെ ബെൻസ് എത്ര എണ്ണം മുറ്റത്ത് കിടപ്പുണ്ട്, അത്ര മാത്രം. ഓക്കെ.